ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ വണ്ടി നമ്പറാണ്. അതിന് താഴെയായിട്ട് ലാലേട്ടൻ്റെ ഫോൺ നമ്പർ നമുക്കിവിടെ ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഏതൊരു ഗേൾസിൻ്റെ വേണമെങ്കിലും ഫോൺ നമ്പർ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അവരുടെ വണ്ടി നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ അവരുടെ ഫോൺ നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കോഴിച്ചെങ്ങനെ ഇപ്പോൾ തന്നെ ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കും. ഒരു വണ്ടി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഗേൾസിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ ഫോൺ നമ്പർ എങ്ങനെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തിടുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ പരിപാടികൾ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. വണ്ടി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റിൻ്റെയും സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും കമൻറ്റ് ബോക്സിലും വയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെർച്ച് ഓപ്ഷൻ എടുത്ത ഏത് വണ്ടി നമ്പറിൻ്റെ ഫോൺ നമ്പറാണോ കണ്ടെത്തേണ്ടത് ആ ഒരു വണ്ടി നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ പേരൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡോട്ട് ഇട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ജസ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഇത് കാണാൻ സാധിക്കും. ലാസ്റ്റുള്ള 5 അക്ക നമ്പർ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല. പക്ഷേ ഈ ലാസ്റ്റുള്ള 5 അക്ക നമ്പർ നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ഇനി ലാസ്റ്റ് കിട്ടാതിരുന്ന ഈ 5 അക്ക ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോൺ പേ വഴി നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോൺ പേ വഴി എടുക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇവിടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെക്ഷൻ എടുത്ത ശേഷം ഇവിടെ ബൈക്കാണോ അല്ലെങ്കിൽ 4 വീലർ അത് ഇവിടെ നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബൈക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വണ്ടി നമ്പറാണോ ട്രാക്ക് ചെയ്യേണ്ടത് ആ ഒരു വണ്ടി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കൺഫേം ചെയ്യാൻ ചോദിക്കും. അത് യെസ് ഓർ നോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എന്ത് കൊടുത്താലും കുഴപ്പമില്ല. കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു പാക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യണം. ഇതുപോലെ ഒരു പോളിസി നമ്പർ അവർ ചോദിക്കുകയാണെങ്കിൽ റാൻഡം ആയിട്ടുള്ള 12 ഡിജിറ്റ് നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 നമ്പർ കാണാൻ സാധിക്കും. 5 അക്കമുള്ള ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടാതിരുന്ന ആ ഒരു ലാസ്റ്റുള്ള 5 അക്കമുള്ള ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും. അപ്പോൾ ഈ ലാസ്റ്റ് കിട്ടാതിരുന്ന ഈ ഒരു ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും നമുക്ക് ഇവിടെ ഈ ഒരു ഫോൺ പേ വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നോട്ട് ചെയ്ത ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എം പരിവാഹൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ജസ്റ്റ് ചൂസ് ഏത് സ്റ്റേറ്റിലെ വണ്ടിയുടെ ആണോ ട്രാക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളയാണോ തമിഴ്നാടാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഏത് RTOയുടെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ KL01 KL2 ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ RTO ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി പ്രൊസീഡ് ഓപ്ഷൻ കൊടുത്തു. ആ ഒരു പ്രൊസീഡ് ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇനി നിങ്ങൾക്ക് വീണ്ടും മുകളിലായിട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. അതും കൂടി ചൂസ് ചെയ്താൽ ഇവിടെ അഡീഷണൽ സർവീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യുവർ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ട ആ ഒരു വണ്ടി നമ്പർ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആദ്യം ഒരു ആപ്ലിക്കേഷൻ വഴി എടുത്ത ആ ഒരു ചേസ് നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ചേസ് നമ്പറിൽ നമുക്ക് കിട്ടാതിരുന്ന അവസാനത്തെ 5 അക്കമുള്ള ആ ഒരു നമ്പർ നമുക്ക് ഫോൺ പേ വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ പേ വഴി കിട്ടിയ ചേസ് നമ്പറിൻ്റെ ബാക്കിയുള്ള 5 അക്കം കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എഞ്ചിൻ നമ്പറും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് ഇതുപോലെ ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ വണ്ടി നമ്പറിൻ്റെ ഓണറിൻ്റെ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇതിപ്പോൾ ലാലേട്ടൻ്റെ വണ്ടി നമ്പറാണ്. അതിന് താഴെയായിട്ട് ലാലേട്ടൻ്റെ ഫോൺ നമ്പർ നമുക്കിവിടെ ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളവരുടെയും വണ്ടി നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ക്രഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വണ്ടി നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിച്ച് നമുക്ക് ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീഡിയോ കാണാം. ഗുഡ് ബൈ.